ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇവിടെ ഞങ്ങൾ മാൽദീവ്സിൽ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം ആഘോഷിച്ച കുറച്ച് വീഡിയോസും കുറച്ച് റെസിപ്പീസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായെന്നറിയാം. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഓൺ വോയിസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു 15 days ഇവിടെ ഒരു ക്രിസ്മസിനും ന്യൂ ഇയറിനും ലീവ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹിദത്തോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐലൻഡിൽ ഉള്ള ഒരു ബീച്ചാണിത്. ഒരു ഈവനിങ്ങിലത്തെ വ്യൂ ആണ് കേട്ടോ അത്. പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പിൽ ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ചെയ്യണം. ഒന്ന് കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് മെൽറ്റായി കിട്ടും. കുറച്ച് സമയം വെക്കണം എന്നേ ഉള്ളൂ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കാരണം വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ മെൽറ്റായിട്ടുള്ള ഷുഗറിലേക്ക് ഞാനൊരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷുഗർ ഒന്ന് ഇങ്ങനെ കട്ടിയായി വരും. പക്ഷെ കുറച്ച് നേരം ഒരു മീഡിയം ലെവലിൽ തീയിൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ ഇതുപോലെ മെൽറ്റായി കിട്ടും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാനൊരു കപ്പ് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ മുന്തിരിയാണ്. നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം യൂസ് ചെയ്യാം. ഇത് വൈറ്റ് കളറുള്ള മുന്തിരിയാണ്. പിന്നെ ഞാനൊരു ചെറിയൊരു കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു 7-8 എണ്ണം കാരക്കല്ലേ, ഡേറ്റ്സ്, അത് കുരു കളഞ്ഞിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കുക. കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്. സെയിം നമ്മൾ നേരത്തെ സിറപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത സെയിം അളവാണ്, ഷുഗർ എടുത്ത സെയിം അളവാണ് കേട്ടോ എടുത്തത്. അതിൻ്റെ 1.5 കപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പൗഡറെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാരയിൽ ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 പൂവും കൂടി നല്ലപോലെ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം 3 മുട്ടേൻ്റെ വെള്ള ഞാൻ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചെയ്യുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മളിത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കപ്പ് തിരിച്ച് പിടിച്ചാൽ നമ്മൾ ബീറ്റ് ചെയ്ത സാധനം താഴെ വീഴാതെ ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിങ്ങനെ നമ്മൾ നല്ല സ്റ്റിഫായിട്ട് നിൽക്കും. അതിനുശേഷം ഈ മുട്ടയുടെ മഞ്ഞ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ട്, അത് കുറേ സമയം ബീറ്റ് ചെയ്യരുത് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, പട്ടയും പൂവും കൂടി പൊടിച്ച് വെച്ച പഞ്ചസാര, അത് ചെറുതായിട്ടൊന്ന് ഞാൻ കുറച്ച് വെച്ചിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. നല്ല സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതൊരു 100 ഗ്രാം ബട്ടറാണ്. അത് ഞാനൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യുന്നുണ്ട്. അതും കുറേ ടൈമിൽ ബീറ്റ് ചെയ്യരുത്. ടീസ്പൂൺ വാനില എസൻസ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം.
നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തതിലേക്ക് കുറച്ച് വെച്ച് മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസാണ്. എന്നിട്ട് കുറച്ച് ഈ ഫ്ലോർ നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഫ്ലോറില്ലേ, അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യരുത്, അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് ഇട്ടിട്ട് അങ്ങനെ ചെറുതായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം ഞാനൊരു ചെറിയ കപ്പ് കാഷ്യൂനട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ഇതിൽ ആഡ് ചെയ്യുക ഈ സമയത്ത് കേട്ടോ. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മളൊരു ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ബേക്ക് ചെയ്ത പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ എല്ലാം ഇട്ട് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഓവനിലേക്ക് വെക്കുന്നതിന് മുന്നേ. നല്ലപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാഷ്യൂ നട്ട്സും ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി. എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ക്രിസ്മസിന് ഞങ്ങൾ പിന്നെ വേറെ കേക്ക് കൂടാതെ ഉണ്ടാക്കിയത് പൊറോട്ടയാണ്. അപ്പോൾ ആ പൊറോട്ടേൻ്റെ ചെറിയ വീഡിയോ ക്ലിപ്സ് എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. റെസിപ്പി ഇല്ല, ഇതിവിടെ ഹസ്ബൻഡിൽ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാർ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ കൂടെ കഴിക്കുന്ന ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് ചെറിയ വീഡിയോ ക്ലിപ്സ് എല്ലാം കൂടി ചേർത്തിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ ന്യൂ ഇയറിന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മൽദീവ്സിലുള്ള ഒരു 3 years ലോഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു നൈറ്റ് ഡിന്നറിന്. അപ്പോൾ ആ വീഡിയോസെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ.
അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം നമുക്ക് തന്ന ടേബിളിൽ കുറച്ച് നേരം എല്ലാവരും ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് അവിടുത്തെ വ്യൂ എല്ലാം കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് എന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയത്. ഫുഡെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ പാട്ടെല്ലാം വെച്ച് ഡാൻസെല്ലാം ചെയ്ത് നല്ല എൻജോയ് ചെയ്ത് പുതിയൊരു വർഷത്തെ വെൽക്കം ചെയ്തു. അടുത്തത് ഒരു ഹൈദരാബാദി ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു 500 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലേൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഞാൻ ഒരു ബൗളിൽ കേട് എടുത്തിട്ടുണ്ട്, 1 കപ്പ്, ഒരു 100 ഗ്രാം ഉണ്ടാവും അത്. പിന്നെ ആവശ്യത്തിന് മല്ലിയില. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കടായി എടുത്ത് അതിലേക്ക് ആവശ്യത്തിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പം നമുക്ക് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ മറന്നു പോയതുകൊണ്ട്
അപ്പോൾ നമ്മൾ ഓയിലിലേക്ക് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് മാഗ്നേറ്റ് ചെയ്യുമ്പം ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അടച്ച് വയ്ക്കേണ്ട. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം ഈ ചിക്കനിലുള്ള വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 4 ഒണിയൻ, ഒരു മീഡിയം സൈസ് ഒണിയൻ ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈ ചെയ്ത ഒണിയൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നമ്മൾ റോ ആയിട്ടുള്ള ഒണിയൻ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ഒണിയനാണ് ഈ കറിയിലേക്ക് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഓഫ് കറി വേണ്ടത്, എത്രയാണ് ഗ്രേവി വേണ്ടത്, അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് ഒരു 15-20 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറി നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിലേക്ക് ഒരു 3 ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഗ്രീൻ ചില്ലി ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾ കരുതരുത് നല്ല സ്പീഡിൽ ചെയ്യുന്നുണ്ടെന്ന്. ഇത് ആക്ച്വലി സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങളതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇളക്കരുത്. കാരണം ചിക്കനെല്ലാം ഇപ്പോൾ വെന്ത് വന്ന സമയമാണ്. അപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഹൈദരാബാദി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മാൽഡീവ്സിൽ ഹിദോത്ത് എന്ന് പറഞ്ഞ ഐലൻഡിൽ കിഡ് ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ക്ലിപ്സാണ്. ഇവിടെ കിഡ്സിനായിട്ടുള്ള ഗെയിംസും പിന്നെ അവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റായിരുന്നു.
മാൽദീവ്സിൽ കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഫിഷാണ് ടൂണ. നമ്മുടെ നാട്ടിൽ ചൂര എന്ന് പറയും. ഇത് ഒരു 5 kg ടൂണയാണ്. നമ്മളത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് അന്ന് കറി വെച്ച് ബാക്കിയുള്ളതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പം ഞാനത് ഈ വീഡിയോയിൽ ഇത് കട്ട് ചെയ്യുന്നതും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ആണ് നമുക്ക് കിട്ടുക. നമ്മളെ ആവശ്യത്തിന് ഏത് സൈസിലാകണം കട്ട് ചെയ്ത് എടുക്കുക, കറി വെക്കാൻ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നത് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പിന്നെ ഞാനെങ്ങനെയാണ് ഇവിടെ ടൂണക്കറി വെക്കുന്നത്, പല ടൈപ്പിൽ വെക്കാറുണ്ട്. ഇത് തേങ്ങ അരച്ചിട്ടുള്ള ടൂണക്കറിയാണ്. വെക്കാനായിട്ട് ഞാനൊരു കടായിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ആ സ്മെല്ല് പോകുന്നത് വരെ ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ 1 ഒണിയൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചെറിയ ഉള്ളിയില്ലേ, അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, വല്ലപ്പോഴും കിട്ടുമെങ്കിലേ ഉള്ളൂ. അപ്പം ഇവിടെ കോമൺ ആയിട്ട് നമ്മൾ ഈ വലിയ ഉള്ളിയാണ് എടുക്കാറ്. അതും 1 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം കുറച്ച് വേഗത്തിൽ നമുക്കത് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വേഗം വഴണ്ടി കിട്ടും. സവാള ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്ത് വരുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു 2 തക്കാളിയാണ്. അതും ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം നല്ലപോലെ ഒന്ന് വെന്ത്
വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഈ പൊടികളെല്ലാം ഒന്ന് സ്മെല്ല് പോകുന്നതിന്, കുത്തുന്ന സ്മെല്ല് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു പീസ് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1.5 കപ്പ് ഹോട്ട് വാട്ടർ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളമാണ് ഏറ്റവും നല്ലത്. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ട്യൂണ ഉപ്പും മുളകും മഞ്ഞളും ചേർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ട്യൂണ കുറച്ച് വേവുള്ള ഒരു മീനാണ്. ഒരു 10 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നല്ലപോലെ തിളയെല്ലാം വന്ന് മീനെല്ലാം ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 മുറി തേങ്ങയാണ് എടുത്തത്. അതിൽ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് നമ്മൾ പെരിഞ്ചീരകം ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല പോലെ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് തേങ്ങ. അത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചൂണക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.